നമസ്കാരം. പ്രധാന വാർത്തകൾ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാർത്ത എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു ഇമേജ് ഇതായിരുന്നു. പക്ഷെ ഇന്നത്തെ ന്യൂസോ പ്രതിക്ക് അനുകൂലമായിട്ട് ചുമ്മാ വിളിച്ചോണ്ടിരിക്കാതെ ഒരു കുട്ടി കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു ന്യൂസ് ഏതാ എന്റർടൈൻമെന്റ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. തെറ്റോ ശരിയോ എത്തിക്സോ ഒന്നും നോക്കാതെ വ്യൂസ് കിട്ടുന്ന എന്തും ഇന്ന് വാർത്തയാണ്. പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേക്ക് ന്യൂസ് വരുത്തുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പോലെയാണ് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ വാർത്ത നൽകിക്കൊണ്ടിരുന്നത്. വെറുതെ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കി ഒരു മിനിമം വേരിഫിക്കേഷൻ ചെക്ക് പോലും ചെയ്യാതെയാണ് ഇന്ത്യ കറാച്ചിയിൽ ബോംബിട്ടെന്നും 2 പാകിസ്ഥാൻ പൈലറ്റുമാർ ഇന്ത്യയുടെ പിടിയിലായെന്നും പാകിസ്ഥാൻ ആർമി ചീഫായിട്ടുള്ള അസിം മുനീറിനെ അവിടുത്തെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തെന്നും INS വിക്രാന്ത് കറാച്ചിയിലേക്ക് പുറപ്പെട്ടെന്നൊക്കെ നമ്മുടെ ന്യൂസ് മീഡിയ അന്ന് വാർത്ത നൽകിക്കൊണ്ടിരുന്നത്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ രാജ്യത്തെ മീഡിയ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തുള്ള വാർത്തകൾ കൊടുക്കുന്നത് കോമൺ ആണ്. പക്ഷെ ഇവിടെ തീർത്തും ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെൻസേഷണൽ ന്യൂസ് ആയിട്ട് നമ്മുടെ മീഡിയ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. കൃത്യമായിട്ടുള്ള ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം വാർത്ത സെൻസേഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ദിവസം അതിന്റെ ആദ്യത്തെ കോപ്പി കയ്യിൽ കിട്ടിയ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഓടി വരുന്ന കാഴ്ചയാണിത്. 1 മിനിറ്റ് പോലും വൈകാതെ സ്റ്റുഡിയോയിലിരിക്കുന്ന ആങ്കർമാർ ഈ വാർത്ത ബ്രേക്ക് ചെയ്തു. പക്ഷെ അവരത് റിപ്പോർട്ട് ചെയ്ത രീതി കേൾക്കേണ്ട സംഭവം തന്നെയാണ്. അതായത് അത്ഭുതങ്ങളുടേതാണ് ആകാശം with the twinkling stars and the beautiful moon, but the scientific investigation revealed that stars do not tingle, not does the moon look beautiful. അതായത് ആകാശം മനോഹരമാണ്, അതിൽ അത്ഭുതങ്ങളുണ്ട്. പക്ഷേ അന്വേഷണം പുറത്തു വന്നാൽ do not trust what you see, even salt look like sugar. ഉപ്പ് പോലും നിങ്ങൾക്ക് പഞ്ചസാര പോലെ തോന്നാം എന്നാണ് ഈ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത്. It started revealing the glamour of the industry is just not exterior glitter. പുറത്ത് കാണുന്നത് പോലെയല്ല ഉള്ളിൽ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നതാണ്. ഒരു 10-15 മിനിറ്റ് എടുത്ത് ആ റിപ്പോർട്ട് ഒന്ന് വായിച്ച് അതിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ട്വിങ്കിൾ ടിങ്കിൾ സ്റ്റാർ സ്കൈ എന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്ത് ആ സെൻസേഷണൽ ന്യൂസിന്റെ ബെനിഫിറ്റ് എടുക്കാനാണ് മീഡിയ ശ്രമിച്ചത്. അതുപോലെ സ്വപ്ന സുരേഷിന്റെ കേസ് കേരളത്തിലെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തെളിവെടുപ്പിന് വേണ്ടി സ്വപ്നയെ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച കാർ യാത്ര ഒരു കാർ ചേസ് ആക്കി മാറ്റി മണിക്കൂറുകളോളാണ് നമ്മുടെ മീഡിയ ലൈവായിട്ട് കാണിച്ചത്. സ്വപ്ന സുരേഷിനെ തെളിവെടുപ്പിനായിട്ട് എത്തിച്ചു എന്ന ഒറ്റ ലൈനിൽ തീരേണ്ട വാർത്തയാണ് കാർ ചേസും ഓരോ മിനിറ്റ് ഇടവിട്ടുള്ള അപ്ഡേറ്റ്സും ടയർ പങ്ക്ചറൊക്കെ ഉൾപ്പെടുത്തി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ പോലെയാക്കി മാറ്റിയത്. സിമിലർലി ഒരു പെൺകുട്ടിയുടെ കൊലപാതകം 2 റിപ്പോർട്ടർമാർ കവർ ചെയ്ത രീതി നോക്കാം. ഫർസാനയുടെ സഹോദരൻ അമൽ മുഹമ്മദാണ് നമുക്കുള്ളത്. എന്താ സംഭവിച്ചതെന്ന് പിന്നെ സഹോദരനാണ് സംസാരിച്ചത്. തനിയ ഫർസാനയുടെ വീട് ഇത് ഈ കാണുന്ന വഴി കുറച്ചങ്ങ് നീങ്ങിയാൽ കാണാവുന്നതാണ്. ക്യാമറ അങ്ങോട്ട് കൊണ്ടാകാത്തത് ബോധപൂർവമാണ്. അങ്ങോട്ട് ക്യാമറയുമായി ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല അവിടെ നിലനിൽക്കുന്നത്. സ്വന്തം മകളുടെ മരണത്തിൽ ദുഃഖഭരിതമായിട്ടാണ് ആ വീട് ഇരിക്കുന്നത്. തേങ്ങിക്കരയുകയാണ് ആ വീടിന്റെ സാഹചര്യം. അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ തിരക്കാൻ കടന്നു ചെല്ലുന്നതിൽ ഒരു പരിമിതിയുണ്ട് എന്നുള്ളതാണ്. ഒരു റിപ്പോർട്ടർ മരണ വീട്ടിലേക്ക് പോകാതെ ലോജിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ മറ്റേ ആള് ആ വീട്ടിൽ പോയി സ്വന്തം സഹോദരിയുടെ മരണ വിവരം അറിഞ്ഞ് ഇമോഷണലി തകർന്നിരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള സഹോദരന്റെ ഇന്റർവ്യൂ എടുക്കുകയാണ്. ഈ റിപ്പോർട്ടർമാർക്കൊന്നും അല്പം പോലും കോമൺ സെൻസ് ഇല്ലേ? TRPക്ക് വേണ്ടി ഇവരെന്തും ചെയ്യൂ. വാർത്തകൾ മാത്രമല്ല, ന്യൂസ് ചാനൽസിന്റെ പ്രൈം ടൈം പ്രോഗ്രാം ആയിട്ടുള്ള ചാനൽ ചർച്ചകളും TRP ഡ്രിവൺ ആണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പായിരുന്നു ഈ മാസത്തെ ഡിബേറ്റ് ടോപ്പിക്സിലെ സ്റ്റാർ. ഓരോ ചാനലും 10-12 തവണയാണ് ഈ ഒരൊറ്റ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഡിബേറ്റുകൾ നടത്തിയത്. പക്ഷേ ഈ ഡിബേറ്റുകളിലൊന്നും നിലമ്പൂരിലെ ഡെവലപ്മെന്റോ അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ ഒന്നും ആയിരുന്നില്ല ചർച്ചാ വിഷയം. പകരം അൻവർ മത്സരിക്കുകയോ അൻവർ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയോ UDFന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെയായിരുന്നു ചർച്ചയുടെ ടോപ്പിക്സ്. നമ്മുടെ നാട്ടിലെ TV ഡിബേറ്റ്സിൽ ഏത് ടോപ്പിക്കിനെ പറ്റി ചർച്ച നടന്നാലും ആ ടോപ്പിക്കിന്റെ എക്സ്പേർട്സിന് പകരം ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും. CAA നിലവിൽ വന്നപ്പോൾ മലയാളത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയാണിത്. ഇതിലിരിക്കുന്ന പാനലിസ്റ്റുകൾ എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. അതേസമയം സെയിം ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള രാജ്യസഭാ TVയുടെ ഡിബേറ്റിൽ വന്നിരിക്കുന്ന പാനലിസ്റ്റുകൾ ബ്യൂറോക്രാറ്റ്സോ ലീഗൽ എക്സ്പേർട്സോ ആണ്.
ആദ്യത്തെ ഡിബേറ്റ് കാണുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായവും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ രണ്ടാമത്തെ ഡിബേറ്റ് ആണ് കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് വിഷയം എന്താണെന്ന് മനസ്സിലാക്കാനും സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഡെവലപ്പ് ചെയ്യാനും പറ്റും. TV ഡിബേറ്റ്സ് ഇപ്പോൾ റൺ ചെയ്യുന്ന ശരിക്കും ഒരു റിയാലിറ്റി ഷോ പോലെയാണ്. ഫാക്ട്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇമോഷൻസിന്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് അടിയിലും തെറിവിളിയിലൊക്കെ അവസാനിക്കുന്നത്. ഏത് മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത്. വേഗം മറുപടി, എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകണം. അതിന്റെ തന്താണ് മാനസികാരാശുപത്രിയിലാന്ന് പറഞ്ഞാൽ നിർത്തികെട്ടാണ് വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് അതിൽ എന്നോട് പറഞ്ഞ സത്യം ഞാൻ പറയുമ്പോൾ എന്റെ മാനേജർ പോയത് വെച്ച് അങ്ങനെ 16 തന്തകീകരിച്ചവരാണെന്ന് ഞാൻ പറഞ്ഞെന്ന് കേണു അവരോടൊന്ന് പറഞ്ഞേക്കണം. ഇന്ന് ഇന്ത്യയിൽ ഭൂരിഭാഗം മീഡിയ ഹൗസുകൾ ഓൺ ചെയ്യുന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഡയറക്റ്റോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വുള്ള ബിസിനസ് ഗ്രൂപ്പ്സ് ആണ്. CNN, CNBC, News 18 ഓൺ ചെയ്യുന്നത് അംബാനി, NDTV ഗ്രൂപ്പ് ഓൺ ചെയ്യുന്നത് അദാനി, ഇന്ത്യൻ എക്സ്പ്രസും സീ ന്യൂസ് ഒക്കെ ഓൺ ചെയ്യുന്നത് ഗോയങ്ക ഫാമിലി. BJP ഗവൺമെന്റിനോടുള്ള ചായ്വ് കാരണം ഇതിൽ പല മീഡിയ ഹൗസസിനും ഗോദി മീഡിയ എന്നൊരു വിളിപ്പേര് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഏഷ്യാനെറ്റ് ഓൺ ചെയ്യുന്ന BJP ലീഡറായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, കൈരളി ഓൺ ചെയ്യുന്ന CPIM, മനോരമ ന്യൂസ് ഓൺ ചെയ്യുന്നത് കോൺഗ്രസ് ചായ്വുള്ള കണ്ടത്തിൽ ഫാമിലി. മീഡിയാസിന് പൊളിറ്റിക്കൽ ചായ്വ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ടികൾക്ക് എതിരെയുള്ള ഒരു സ്റ്റാൻഡാണ് എടുക്കാറ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് BJP ഗവൺമെന്റ് മീഡിയ 1 ചാനൽ ബാൻ ചെയ്തത്. മാസങ്ങൾ നീണ്ടു നിന്ന നിയമയുദ്ധത്തിനൊടുവിൽ സുപ്രീം കോടതിയാണ് ആ ബാൻ മാറ്റിയത്. കേരളത്തിലും ഇങ്ങനെ ഗവൺമെന്റ് പവർ മിസ്യൂസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിളാണ് മറുനാടൻ ചാനൽ റെയ്ഡ് ചെയ്ത് എക്യുപ്മെന്റ്സ് പിടിച്ചെടുത്തതും രാത്രി ഒരു ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാത്ത സാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തതൊക്കെ. മീഡിയ ഹൗസസിന്റെ പൊളിറ്റിക്കൽ ചായ്വ് പണ്ട് തൊട്ടേ ഉള്ളതാണെങ്കിലും ഇപ്പൊ അത് ഓപ്പൺലി പ്രദർശിപ്പിക്കാൻ അവർ റെഡിയാണ്. പണ്ട് ന്യൂസ് ചാനലിലെ ആങ്കർമാർ ഒരു പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തിരുന്നത്. പക്ഷെ ഇന്ന് ഓരോ ചാനലിലുള്ള ഓരോ ആങ്കർമാരും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വാർത്തയ്ക്ക് പകരം ഇവരുടെ അഭിപ്രായങ്ങളാണ് പലപ്പോഴും വാർത്തയായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത്. ആങ്കർമാരുടെ ഈ പൊളിറ്റിക്കൽ ബയാസ് ഏറ്റവും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസങ്ങളിലാണ്. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ജയിക്കുന്നതെങ്കിൽ ആഘോഷങ്ങൾ, അഥവാ ആ പാർട്ടി തോറ്റ കുറ്റപ്പെടുത്തലും ദുഃഖവും. ചില സമയത്ത് ഇവർ മാധ്യമ പ്രവർത്തകരാണോ അതോ പാർട്ടി പ്രവർത്തകരാണോ എന്ന് വരെ തോന്നിപ്പോകും. BJP തമിഴ്നാട്ടിൽ പൂജ്യമാണ് എന്നിടത്താണ് ഒറ്റ പൂജ്യമാണ് തമിഴ്നാട്ടിൽ. LDF 1, സ്റ്റാലിന്റെ തേരോട്ടം ചെങ്കോൽ ഗുണം ചെയ്തില്ല. പിണറായി എവിടെ പോയി? ഇതിനൊക്കെ പുറമെയാണ് മീഡിയ ഹൗസിന്റെ അജണ്ടയ്ക്ക് അനുസരിച്ച് വാർത്തയെ വളച്ചൊടിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെളിച്ചക്കുറവ് കാരണം ഓഡിയൻസിനെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത് വാർത്തയായിട്ട് വന്നപ്പോൾ വെളിച്ചക്കുറവ് കാരണം സംഘാടകരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശകാരിച്ചു എന്നാക്കി. കടക്കുപുറത്ത് ഇൻസിഡന്റും മൈക്ക് ഓഫായതിന്റെ പേരിൽ ഓപ്പറേറ്ററെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ഇൻസിഡന്റ് ഒക്കെ കാരണം ഇതും സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചേക്കാം. ചിലപ്പോൾ വൈറലും ആകും. ഇത് തന്നെയായിരിക്കണം ആ മീഡിയ ഹൗസിന്റെ ലക്ഷ്യം. ഒടുവിൽ ഈ മാനിപ്പുലേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് സംഘാടകർ തന്നെ രംഗത്ത് വന്നു. ഇത് ശുദ്ധമായ നുണയാണ്. ഞാൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ പങ്കെടുത്തത്. എനിക്ക് നിങ്ങളുടെ മുഖവും കൂടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാനായിരുന്നു മുഖ്യമന്ത്രി ശ്രമിച്ചു. ശുദ്ധമായ അസംബന്ധവും നുണയും അടച്ചുവിടാനായിട്ട് ഈ മാധ്യമങ്ങൾക്ക് എങ്ങനെ കഴിയാം? ഇന്ന് കേരളത്തിലെ എല്ലാ മീഡിയ ഹൗസുകളും ഫോളോ ചെയ്യുന്ന ഒരു സെയിം ഫ്രെയിംവർക്കാണ്. എല്ലാ ചാനൽസിലും സിമിലർ കൈൻഡ് ഓഫ് പ്രോഗ്രാംസ്. ഒരു മോർണിംഗ് പ്രോഗ്രാം, പ്രൈം ടൈം ഡിബേറ്റ്, ചാനലിലെ എല്ലാ ആങ്കർമാരും കൂടിയിരുന്ന് നടത്തുന്ന ഒരു ചർച്ച, 2-3 ന്യൂസ് ബുള്ളറ്റിൻസ്, രാത്രി ക്രൈം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം, പൊളിറ്റീഷ്യൻസിനെ ട്രോൾ ചെയ്യുന്ന ഒരു സറ്റയർ പ്രോഗ്രാം. പുതിയ വെറൈറ്റി പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ മീഡിയ ഹൗസസ് ഇടുന്നില്ല. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഫോക്സ് ന്യൂസിലെ ദ 5 എന്ന പ്രോഗ്രാമിന്റെ കോപ്പിയാണ്. അതുപോലെ ജനകീയ കോടതി എന്ന പ്രോഗ്രാം ഹിന്ദിയിലെ ഫേമസ് ആയിട്ടുള്ള ആപ്കി അദാലത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഡിറ്റോ കോപ്പിയാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി സ്റ്റുഡിയോ പോലും നമ്മൾ നോർത്ത് ഇന്ത്യൻ മീഡിയയിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. വെറൈറ്റി പ്രോഗ്രാംസ് ചെയ്യാൻ എഫേർട്ട് ഇടാത്തതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ നാട്ടിൽ മീഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോക്യുമെന്ററീസ് ഇല്ലാതെ. ഇന്ന് നമ്മൾ യൂട്യൂബിലോ നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലോ ഒക്കെ കാണുന്ന മിക്ക ഡോക്യുമെന്ററീസും പ്രൊഡ്യൂസ് ചെയ്തിരുന്ന അൽജസീറ, BBC, നാറ്റ്ജിയോ പോലത്തെ ഫോറിൻ മീഡിയ ഹൗസസ് ആണ്. ഈവൻ കേരളത്തിന്റെ സ്വന്തം കഥകളിയെ പറ്റിയും കളരിപ്പയറ്റിനെ പറ്റിയും വള്ളംകളിയൊക്കെ പറ്റി ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ഡോക്യുമെന്ററീസ് ഒക്കെ ഫോറിൻ മീഡിയ ഹൗസസ് പ്രൊഡ്യൂസ് ചെയ്താണ്. ഞങ്ങൾ തന്നെ പല വീഡിയോസിന്റെ റിസർച്ച് നടത്തുന്നതും ഇത്തരത്തിലുള്ള ഫോറിൻ മീഡിയ ഹൗസസിന്റെ ഡോക്യുമെന്ററീസ് ആണ് കേരളത്തിന്റെ കാര്യങ്ങൾ അറിയാൻ വരെ ഉപയോഗിക്കുന്നത്. സഫാരി TV മാത്രമാണ് ഇതിനൊരു എക്സെപ്ഷൻ. നമ്മുടെ മീഡിയ ഹൗസസ് വിചാരിച്ചാലും ടോപ്പ് ക്വാളിറ്റി ഡോക്യുമെന്ററി കണ്ടന്റ്സ് ഇറക്കാൻ പറ്റുമെന്നതിന് എക്സാമ്പിൾസ് ആണ് സഫാരി TVയിലെ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റും ഹിസ്റ്ററി ടുഡേ ഒക്കെ പോലത്തെ പ്രോഗ്രാംസും. കേരളത്തിലെ ന്യൂസ് മീഡിയയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് മനസ്സിലാക്കാൻ ഈ മീഡിയ കമ്പനികളുടെ എക്കണോമിക്സ് മനസ്സിലാക്കണം. മറ്റേതൊരു കൊമേഴ്ഷ്യൽ സ്ഥാപനം പോലെ തന്നെയാണ് മീഡിയ ഹൗസും പ്രവർത്തിക്കുന്നത്, പ്രോഫിറ്റിന് വേണ്ടി. വിദേശ രാജ്യങ്ങളിൽ ന്യൂസ് ചാനൽസിന്റെ 70% റവന്യൂ വരുന്നത് സബ്സ്ക്രിപ്ഷനിൽ നിന്നാണ്. പക്ഷേ ഇന്ത്യയിൽ ന്യൂസ് ചാനൽസിന് കിട്ടുന്ന 30% റവന്യൂ പരസ്യത്തിൽ നിന്നാണ്.
അതായത് ന്യൂസ് ചാനലിൽ ഓടുന്നത് തന്നെ പരസ്യ വരുമാനം വെച്ചിട്ടാണ്. പണ്ട് കേരളത്തിൽ 1 or 2 പ്രൈവറ്റ് ന്യൂസ് ചാനൽസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്യം കിട്ടാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്നത്തെ അവസ്ഥ അതല്ല. 24/7 മലയാളം ന്യൂസ് കാണിക്കുന്ന 10ഓളം ചാനൽസ് ആണുള്ളത്. ഈ ചാനലുകൾ തമ്മിൽ പരസ്യ വരുമാനത്തിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ട്. ഒരു അഡ്വർടൈസർ ഏത് ചാനലിൽ തൻ്റെ കമ്പനിയുടെ പരസ്യം നൽകണമെന്ന് തീരുമാനിക്കുന്നത് TRPയുടെ ബേസിസിലാണ്. TRP എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടൈം ഫ്രെയിമിൽ ഒരു ചാനൽ എത്ര ആളുകൾ കണ്ടു എന്നതിൻ്റെ മെഷർ. കൂടുതൽ ആളുകൾ ചാനൽ കണ്ടാൽ TRP കൂടും, പരസ്യ വരുമാനം കൂടും. അതുകൊണ്ടാണ് ചാനലുകൾ ബോറിംഗ് ന്യൂസിന് പകരം ന്യൂസ് എൻ്റർടൈനിങ് ആക്കാൻ ശ്രമിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് കേരളത്തിലെ ഒരു ഫേമസ് ആങ്കർ ഒരു ഇന്റർവ്യൂവിൽ ഇത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഷോ ബിസിനസ് ആണ്, നല്ല കോമ്പറ്റീഷൻ ഫീൽഡാണ്. നമ്മൾ നിൽക്കുന്ന നമ്മുടെ റേറ്റിംഗ് അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യം കിട്ടൂ, പരസ്യം കിട്ടിയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ബേസിക്. ബാക്കി പറയുന്ന മാധ്യമധാർമ്മികത, ഈ പറയുന്ന ഫുൾ കൺസെപ്റ്റിനപ്പുറം ഇതിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പറയുന്ന പരിപാടിയാണ്. നമുക്ക് ആ കോമ്പറ്റീഷൻ പിടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയി പറ്റുള്ളൂ. പരസ്യ വരുമാനം പ്രധാന വരുമാനം ആയതുകൊണ്ട് തന്നെ ഈ പരസ്യം നൽകുന്ന ആളുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കേസ് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പലപ്പോഴും മീഡിയ മടിക്കാറുണ്ട്. ഇനി അഥവാ റിപ്പോർട്ട് ചെയ്താൽ തന്നെ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെയോ പ്രമുഖ വ്യക്തി അറസ്റ്റ് ചെയ്തു, പ്രമുഖ സ്ഥാപനത്തിൽ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈയിടയ്ക്ക് മഹീന്ദ്രയുടെ ഒരു ഡീലർഷിപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന കേസ് പോലും മീഡിയ കവർ ചെയ്യുന്നില്ല എന്നൊരു ആരോപണം ഉണ്ടായി. മനീഷ് അന്വേഷിച്ച് വന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ്. മുൻനിര മാധ്യമങ്ങൾ ആരും മനീഷ് സമീപിച്ചിരുന്നു. ഒരു 4 മാധ്യമങ്ങൾ നമ്മളെ സമീപിച്ചിരുന്നു. പേര് പറയാൻ പറ്റുമോ? പേര് പറയണമെങ്കിൽ പറയാവുന്ന ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24 ഇവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇവര് നമുക്ക് ബൈറ്റ് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു 12 മണിയാകുമ്പോൾ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞതാണ്. പക്ഷെ അവിടെ വന്ന സമയത്ത് ഇവരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു. മനസ്സിലായി? അതെ. എല്ലായിടത്തും മെറിഡിയൻ മോട്ടോഴ്സ് വന്നു. എല്ലായിടത്തും മെറിഡിയൻ മോട്ടോഴ്സ് വന്നു. അതാണ് തോന്നുന്നത്. അതെ. യൂസഫ് അലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് EDയുടെ സമ്മൺസ് വന്നതും ജോയാലുക്കാസിന്റെ പ്രോപ്പർട്ടീസ് ED അറ്റാച്ച് ചെയ്തതും അൽമുക്തറി ഫ്രോഡ് കേസൊക്കെ മീഡിയ ഫോളോ അപ്സ് ഇല്ലാതെ പോയതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. ഒരു കാലത്ത് മാധ്യമ പ്രവർത്തനം സൊസൈറ്റിയിൽ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു, ശരിക്കും ഡെമോക്രസിയുടെ 4th പില്ലർ. പക്ഷെ ഇന്ന് അതേ മാധ്യമ പ്രവർത്തകരെ ജനങ്ങൾ മാപ്ര എന്ന് വിളിച്ച് കളിയാക്കുന്നു. പല ആങ്കർമാർക്ക് മൊട്ട എന്നും താടി എന്നൊക്കെ വിളിപ്പേരുകൾ വീഴുന്നു. ഇവരെപ്പറ്റി മീമുകളും ട്രോളുകളും വരുന്നു. കാലത്തിനനുസരിച്ച് എല്ലാം മാറും. ന്യൂസ് മീഡിയയ്ക്കും ആ മാറ്റം സംഭവിക്കും. പുതിയ പ്രോഗ്രാമുകളും പ്രസന്റേഷൻ സ്റ്റൈലും ഓഗ്മെന്റഡ് റിയാലിറ്റിയും ഒക്കെ വന്നു. പക്ഷെ ജേർണലിസത്തിന് കോറായിട്ടുള്ള മാധ്യമധർമ്മം ചോർന്നു പോവുകയാണ്. മാധ്യമധർമ്മവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ സ്വന്തം പ്രിവിലേജിന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് ഇരകളോടൊപ്പം നിന്ന് അധികാരവർഗത്തെ ചോദ്യം ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ന്യൂസിന് പകരം ഇന്നത്തെ മീഡിയ ഹൗസ് വ്യൂസിനെ ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതും അതുപോലത്തെ മാധ്യമ പ്രവർത്തകരെയാണ്. എന്താണ്